എത്തിയ ഒരു വിസയുടെ അവസ്ഥയാണ്. ചെളിയിൽ പൂണ്ട് ഫുള്ള്. സുഹൃത്തുക്കളെ, വേടന്റെ പരിപാടി നിയന്ത്രിക്കാൻ വന്ന ഒരു പോലീസുകാരന്റെ ഒരു ദുരവസ്ഥയാണ് കാണുന്നത്. ചളിയിൽ കുളിച്ച്, അതും ചേറുമണ്ണിൽ കുളിച്ച്, പാടത്തെ ചേറുമണ്ണിൽ കുളിച്ചാണ് പോകുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം അവിടുത്തെ ചേറുമണ്ണ് വാരിയിട്ട് ദേഹത്തിട്ടതല്ല. അത് കാണാൻ വന്ന, വേടന്റെ പരിപാടി കാണാൻ വന്ന 6 വൃത്തികെട്ടവന്മാരായിട്ടുള്ള ആരാധകർ എന്നുള്ള പേര് വന്നിട്ടില്ല, കള്ളം കഞ്ചാവ് അടിച്ചു വന്നിട്ടില്ല എന്ന് വിളിപ്പേര് കിട്ടിയ അവര് എറിഞ്ഞ ആ മണ്ണ് വാരി എറിഞ്ഞത് ദേഹത്ത് തട്ടി പോകുന്ന ഒരു എസ്ഐയുടെ ദൃശ്യമാണ് കാണുന്നത്. ഇവരെന്തിനാണ് പ്രവർത്തിക്കുന്നത്? എന്തിനാണ് പോലീസുകാർ വരുന്നത്? അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ജനങ്ങൾ അക്രമാസക്തരാകുന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമുക്ക് തണലാകേണ്ട ആളുകളെയാണ് ഈ രീതിയിൽ അപമാനിച്ച് ദേഹത്തേക്ക് ചളി എറിഞ്ഞു വിട്ടിരിക്കുന്നത്. അത് ക്രൂരമാണ്, അത് വൃത്തികേടാണ്, ചെറ്റത്തരാണ് എന്നത് വേറൊരു വാക്ക് പോലും പറയാനില്ല. എല്ലാവരും വിചാരിച്ചത് ഇത് വളരെ പബ്ലിക്കാണ്. ഈ പബ്ലിക്കിലേക്ക് വരുമ്പോൾ ആളുകളൊക്കെ സ്വഭാവം വരും. ഈ പൂരപ്പറമ്പ് എന്ന് പറഞ്ഞ ഒട്ടും മാന്യന്മാരല്ലാത്ത ആൾക്കാരുടെ ഒരു കൂട്ടമാണെന്നൊക്കെ പറയേണ്ടി വരും. കാരണം ആളുകൾ കൂടുമ്പോൾ ഈ മനുഷ്യരുടെ സ്വഭാവം മാറും. ആൾക്കൂട്ടത്തിനൊപ്പം സഞ്ചരിക്കാനൊക്കെ ചില ആൾക്കാർ ശ്രമിക്കും. അവർ എറിയണമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ആവേശം കൊണ്ട് അങ്ങോട്ട് എറിയും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതിനൊപ്പം ഒരു കാര്യം കൂടി പറയാണ്ട്, പണി വരുന്നുണ്ട് അവറാച്ച എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എന്താണ് ഈ പോലീസുകാരന് സംഭവിച്ചതെന്ന് ആദ്യം കണ്ടിട്ട് മറ്റു വീഡിയോസിൽ വരണം. തീർച്ചയായിട്ടും ഒപ്പം നിൽക്കാൻ ശ്രമിക്കുക. എന്താണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പ്രോഗ്രാമിലെത്തിയ ഒരു വിസയുടെ അവസ്ഥയാണ്. ചെളിയിൽ പൂണ്ട് ഫുള്ള്. ആ പോലീസുകാരൻ പോണ പോക്കാണ്. ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ തന്നെയാണ്. സ്റ്റേജിൽ നിൽക്കുമായിരുന്നോ? വലിയ വിഷമം. അതുകൊണ്ടാണ് നോക്കൂ, അവിടെ ആ വീഡിയോ എടുക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന് പോയി ചോദിക്കും, താങ്കൾ എവിടെയായിരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താ? വേടന്റെ പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് 5 മണിക്ക് എങ്ങാണ്ടാണ് അവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആ സ്ക്രീൻ ഫിറ്റ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ അവിടുന്ന് ഷോക്കേറ്റ് മരിക്കുന്നത്. 5 മണിക്ക് അദ്ദേഹം മരിച്ചു. ആ വാർത്ത വേടൻ അറിയുന്നു. വേടൻ പറയുന്നു, ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ നടന്ന ആ ഒരു സ്റ്റേജിൽ എനിക്ക് പരിപാടി അവതരിപ്പിക്കാൻ വലിയ പ്രയാസമുണ്ട്. കാരണം സംഘാടകരുടെ ആ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത ആൾക്കാരെ, ഒരു ലിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഷോക്കേറ്റ് മരിക്കുന്നത് വലിയ വിഷമമുള്ള സംഗതിയാണ്. പക്ഷേ അതൊന്നും അവിടെ വന്ന കാണികൾക്കൊരു വിഷയമേ അല്ല. എജാതി മനുഷ്യരാന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അവിടെ വന്നിരിക്കുന്ന ആളുകൾ തകർക്കുകയാണ്. അവിടെ ഓരോന്നും തകർക്കുകയാണ്. ചളി വാരി എറിയുന്നു. എത്ര കോടികളുടെ നഷ്ടമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്റ്റേജ് ഡെക്കറേഷന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേജ്, അവിടെയുള്ള വിരിച്ചിട്ടുള്ള കർട്ടൈനുകളും മറ്റും കാര്യങ്ങൾ, ഈവൻ ആ ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ, വീഡിയോ ഇലക്ട്രോണിക് സാധനങ്ങൾ, അവിടുത്തെ മൈക്കുകൾ, അവിടെയുള്ള ബോക്സുകൾ, നോക്കൂ, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. വേടന്റെ പരിപാടിക്ക് അത് ആവശ്യമാണെന്നേ. അത്രയും സൗണ്ട് സിസ്റ്റം ആവശ്യമാണ്. ആ സൗണ്ട് സിസ്റ്റത്തിന് ഉള്ളിലേക്ക് മുഴുവൻ ചളി വാരി എറിഞ്ഞു. എന്തിന്? വേടെന്ന് പറയുന്ന മനുഷ്യനെ കണ്ടില്ല എന്നുള്ള ഒറ്റ കാരണമുണ്ട്. വെടലകളായിട്ടുള്ള 2-3 ആളുകളൊക്കെ ഇരുന്ന് പറയുന്ന കുറച്ച് വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. കേട്ടോക്കൂ. നമ്മൾ 2:30 വന്ന നമ്മളാണ്. മണി 10 മണിയായി ഇതുവരെ വേടം വന്നിട്ട് ആവശ്യമില്ലാത്ത ആസമണിയുടെ പ്രൊമോഷൻ വെറുതെ നമ്മളോട് പിടിച്ചപ്പോ കുട്ടിയടിച്ച് നിർത്തിയത്. വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങാതെ വേടനെ കാണാനുള്ള ആഗ്രഹം കൊതിയും കൊണ്ട് വന്നത്. അതാണ് അതിന്റെ ഹൈലൈറ്റ് കേട്ടോ. എത്ര മണിക്കൂറായിട്ട് നമ്മൾ 2:30 വന്ന് നമ്മളാണ്. 2:30 തൊട്ട് വന്ന് നമ്മളാണ്. നമുക്ക് വേടനെ കണ്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് വേടനെ ഇവിടെ എത്തണം. 2 മണിയോട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 8:30 ഷോ തുടങ്ങും. മണി 10 നമ്മളിനി എപ്പോഴാണ് വീട്ടിൽ പോണത്? അപ്പൊ ഷോ തീരാറായില്ലേ? 10:30 ഷോ തീരുമെന്ന് പറഞ്ഞു. 8:30 തുടങ്ങാൻ ഷോ. ഉച്ചയ്ക്ക് 2 മണിയോട്ട് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയത്. ഇനിയെങ്കിലും കൊണ്ടുവരും വേദന. നിങ്ങളൊന്ന് കാണട്ടെ. നിങ്ങൾ 2 മണിയോട് പെൺകുട്ടികളാണ് നമ്മൾ. ആലോചിച്ചോളൂ. വേദന ആഗ്രഹവും മോഹവും
എനിക്ക് മനസ്സ് വേടനെ കണ്ടില്ലെങ്കിൽ ഇവര് ഈ പെൺകുട്ടി അപ്പം മരിച്ചു പോകുന്ന രീതിയിലാണ്. വേടനെ കണ്ടാൽ മതി. വീട്ടുകാരുടെ അനുവാദമില്ലാതെ, വീട്ടുകാരെ പെർമിഷൻ ഇല്ലാതെ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നിരിക്കുകയാണ്. ആ 2 മണിക്ക് വന്ന കുട്ടി ഇപ്പൊ രാത്രി 10 മണിയായി. എന്നിട്ട് വീട്ടുകാരെ അനുവാദം കിട്ടിയിട്ടില്ല. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല. കാരണം 10:30 പരിപാടി അവസാനിക്കേണ്ടതാണ്. ഇതിനൊക്കെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് സംഘാടകരാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. സംഘാടകർ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയില്ല. വേടൻ വരില്ല എന്ന് 8 മണിക്ക് മുമ്പ് തന്നെ പറയുന്നു. വേടൻ എത്തില്ല, ഇവിടെ ഒരു മരണം സംഭവിച്ചിരുന്നു, അതുകൊണ്ട് വേടനെ കൊണ്ടുവരാൻ സാധിക്കില്ല, അത് ഇവിടെ വന്ന് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, പാടുകയില്ലെന്ന് പറഞ്ഞിട്ട് തീരും. അപ്പൊ ഇമാതിരി വേടലുകൾ ഇമാതിരി വർത്തമാനം കേൾക്കേണ്ടി വരില്ല. ഇനിയാണ് ഇതൊക്കെ കഴിഞ്ഞ് വേടൻ വരില്ല എന്ന് തീരുമാനമായപ്പോ ആ രാത്രി കാട്ടിക്കൂട്ടിയത് തെണ്ടിത്തരമായിരുന്നു സുഹൃത്തുക്കളെ. ചില ആളുകളൊക്കെ എറിയുന്ന നിങ്ങൾ കാണുക തന്നെ വേണം. നോക്കൂ, ചളി വാരി ഉരുട്ടെറിയുന്നു. എല്ലാവരും ഗവൺമെന്റ് ജോലി കാര്യങ്ങൾ PC ഒക്കെ ബുദ്ധിമുട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരും സമയം വോളണ്ടിയേഴ്സ് അവിടെ സജ്ജരാകുക. അവിടെ നിന്നും ആൾക്കാരെ പിരിച്ചുവിടണം അറിയിക്കുന്നു. എന്താണ് എറിച്ചത്? ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട്. തെറ്റത്തിലൊക്കെ ഉണ്ടാകാതെ മറ്റുള്ളവർക്ക് ജയിലിനിടയിൽ വെച്ച് വലിയ അപകടങ്ങൾ പറ്റാതെ എല്ലാവരും പയ്യെ പിരിഞ്ഞു പോകണം അറിയിക്കുന്നു. പുറകെ ഭാഗത്ത് നമ്മുടെ ഊന്നകല് റോഡിലോട്ട് കയറുന്ന ഭാഗത്ത് ഇനി ആ എറിച്ചിലുണ്ടോക്കൂ. ഇവനൊക്കെയാണ് പിടിക്കേണ്ടത്. ഈ രണ്ടെണ്ണത്തിനും വളരെ വൃത്തിയായിട്ട് പോലീസ് പൊക്കിയിട്ടുണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ടും വ്യക്തമായിട്ടും വീഡിയോയില് 2 പേര് ഇരുന്നെറിയുന്നുണ്ട്. മുഖക്കണ്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതിപ്പോ ഞാൻ വീഡിയോ ഇവരെ കാണിച്ചാലും ബ്ലർ ചെയ്ത് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ബ്ലർ ചെയ്ത് കാണിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ലഭ്യമാണ്. ആർക്ക് വേണമെങ്കിലും വേടം പ്രോഗ്രാം നടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ തുടക്കത്തിൽ സംഘാടകർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ അക്രമാസക്തരാവുന്നത് ഇത് നിർത്തണം, നിങ്ങൾക്ക് PSC മറ്റൊക്കെ ഉള്ളതാണ്, എന്തെങ്കിലും ഒരു കേസ്, ഒരു പെറ്റി കേസ് പോലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാവി ഇരുളടയും, നമ്മാതിരി പരിപാടിക്ക് ചെറുപ്പക്കാർ നിൽക്കരുതെന്ന് അവിടുന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതൊരു വാണിംഗ് പോലെയാണ്, ഭീഷണി പോലൊക്കെ. അവസാനം അവർ അങ്ങനെയാണ് കൊടുക്കുന്നത്. കാരണം എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ജനങ്ങളുടെ അവസാനം അവർ വാണിംഗ് പോലെ, ഒരു ഭീഷണി പോലെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായില്ല, ചളി വാരി എറിഞ്ഞു. പിറ്റേ ദിവസത്തെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല സുഹൃത്തുക്കൾ. അത്രയ്ക്ക് ഭീകരമായ അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായത്. തകർത്ത് തരിപ്പണാക്കിയിരിക്കുന്നു. എന്തൊക്കെയായാലും അങ്ങനെ തകർത്ത് തരിപ്പണാക്കിയ അങ്ങനെ തകർത്ത് തരിപ്പണാക്കിയ ആ ഒരു ചെറുപ്പക്കാരുടെ ലൈഫിലേക്കാണ് ഇനി ഇരുള് വരാൻ പോകുന്നത്. പോലീസ് കേസെടുത്ത് തുടങ്ങിയെന്നർത്ഥം. അതായത് 8ര പണി ഇവർക്കൊക്കെ കിട്ടും. വേടനൊക്കെ വിചാരിച്ച് മരിച്ച് അവിടെ വന്ന് കുഴപ്പമൊന്നുമില്ല, പാട്ട് കേൾക്കാൻ വേണ്ടി വന്നാണ്. പക്ഷേ അക്രമം എന്ന പരിപാടി അത് പോലീസുകാർക്കെതിരെയും ആ നാട്ടുകാർക്കെതിരെയും ആ ഒരു സംഘടനക്കെതിരെയും ചെയ്തത് മിക്കവാറും നല്ല പണി കിട്ടും. അവർക്ക് മുഴുവൻ കേസെടുത്തു എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. ഇനി ആ എറിഞ്ഞ് അപ്പോഴുള്ള ഒരു അങ്ങനെ കേസെടുത്ത ആൾക്കാർക്കെതിരെ ആയിരിക്കും, അങ്ങനെ എറിഞ്ഞ ആൾക്കാർക്കെതിരെ കൃത്യമായിട്ട് കേസ് വരിക. ഇതാണ് എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ മാന്യം വരയ്ക്ക് കണ്ടുവരിക. ഇമ്മാതിരി ചെറ്റത്തരം ചെയ്യാതിരിക്കുക. കാരണം കുടുങ്ങുമ്പോൾ ഇപ്പൊ ആ എറിഞ്ഞ ആ 2 പേരെ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ പ്രോത്സാഹനം കൊടുത്ത ആൾക്കാരൊന്നും ഒപ്പം ഉണ്ടാവുന്ന കാര്യത്തില് എനിക്ക് ഒരു ഉറപ്പൊന്നുമില്ല. ബൈ.